ഷാൻ എണീക്ക് പെരുന്നാളാ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പെരുന്നാളായി. പള്ളിയിൽ പോകാനുള്ളവർക്കൊക്കെ ചായ എടുത്തോലെ പറഞ്ഞേച്ചേ. ഞാൻ വേഗം ബിരിയാണി ഉണ്ടാക്കാനുള്ള പണി തുടങ്ങി. ഇന്നലെ ബിരിയാണിക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി കഴിഞ്ഞോളൂ. സെമി പായസം ഞാൻ മറ്റേ അടുപ്പത്ത് വെച്ചേക്കുക, അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഉച്ചയ്ക്ക് ശേഷം 1-2 സ്ഥലത്ത് പോകാനുണ്ട്, അപ്പോഴൊക്കെ പണിയൊക്കെ വേഗം തീർക്കണം. ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയല്ലോ കേട്ടോ, ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ബിരിയാണിയൊക്കെ ആയി ഞാൻ ദമ്മൊക്കെ ഇട്ട് വെച്ച് ഉച്ചയായപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചോറൊക്കെ കഴിച്ചേ. പിന്നെ അനിയത്തി സൈനൻ്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ നല്ല വെയിലത്തായിന് ഞങ്ങൾ പോകുന്നത്. അവിടെ എത്തിയപ്പോൾ അമ്ലു അവൻ്റെ മീനിൻ്റെ വെള്ളം മാറ്റുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവൻ്റെ അടുത്തേക്ക് പോയി മീനിൻ്റെ വിശേഷമൊക്കെ ചോദിച്ചു. എല്ലാ തരം മീനും ഉണ്ട് കേട്ടോ, അവൻ്റെ അടുത്ത് ആർക്കെയും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളിയേ. പിന്നെ അവൻ്റെ കാടനെ കാട്ടിത്തരാന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ അത്തൊരു സൈന ഉണ്ടാക്കിയ ക്യാരറ്റ് പായസവും കുടിച്ച്. പിന്നെ നോക്കിയപ്പോൾ നെയ്ച്ചോറും ഉണ്ടായി, കടായി ഉണ്ടായിരുന്നു, അതും കൂട്ടി ചോറും തിന്ന്. പിന്നെ നോക്കിയപ്പോൾ അതാ അമ്ലും കൊച്ചും കൂടി ഓലെ പെരുന്നാൾ കോടിയൊക്കെ ഇട്ട് മുറ്റത്തിന്നെ അങ്ങനെ കാത്തിക്കുക പോവാൻ. ഓല് ജഗട ഉണ്ടാക്കുന്ന പോകാൻ വേണ്ടി. ഞങ്ങളെ വണ്ടിമേലും ഓല വണ്ടിമേലും കേട്ടോ പോകുന്നത്. അമ്ലുവിനെ ഞങ്ങളെ വണ്ടിമേ കയറ്റായിട്ട് മോളോസ് വല്ല കൽപ്പിലാട്ടോ. എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓളോട് ആ റോഡിൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഓളെ സെൽഫി എടുത്ത് ഇങ്ങനെ മെയിനാകുക. എടുക്കുന്നിടത്തോളം എടുക്കട്ടെ എന്ന് ഞാനും അങ്ങ് വിചാരിച്ചിട്ടോ. ഞങ്ങളെ ബേക്കിൽ തന്നെ സൈന വെച്ച് പിടിക്കുന്നുണ്ട്. ഓളാണോ മുന്നിൽ അല്ലേ ഞാനാണോ മുന്നിൽ എന്നുള്ള ഭാവമായിട്ട്. ഓള് വരുന്ന കണ്ടാൽ ഞാനും വിട്ടുകൊടുത്തില്ല, ഞാനും നല്ല സ്പീഡിലായിട്ട് വിട്ട്. അങ്ങനെ ഞങ്ങൾ എണ്ണീൻ്റെ വീട്ടിലെത്തി. വാതിലൊന്ന് അത്ത് കയറി നോക്കിയപ്പോൾ എളാപ്പ ബീഫ് വരട്ടാളെ തിരക്കില്ല. മേം ആടല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ എളാപ്പനെ കുറച്ചൊക്കെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത്. ഫാമിലി പാർക്ക് ഓപ്പൺ. നമ്മൾ പോയിട്ടുണ്ട്. അവിടെ അമ്ലുണ്ട്, നേമുണ്ട്, അവിടെ വിമാനം. ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെയുണ്ട്. അവിടെയാണ് പാർക്കിന്റെ സംഭവങ്ങൾ. കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നേരെ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറി. ഈ കാണുന്ന വിമാനത്തിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ പാർക്കിലേക്കുള്ള എൻട്രി വരുന്നത്. ആദ്യം പോയത് പെറ്റ്സ് പാർക്കിലേക്കാണ്. അവിടെ നിന്ന് ഇറങ്ങി നേരെ ഐസ്ക്രീമിൻ്റെ ഷോപ്പിലേക്ക്. ഉച്ചക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ ഐസ്ക്രീമിൻ്റെ ഷോപ്പ് തുറന്നില്ലായിരുന്നു. ഐസ്ക്രീം വേറെ പേടിയൊന്ന് വാങ്ങിത്തരാമെന്ന് പറഞ്ഞവരാണ് ബാക്കിയുള്ള റൈഡിലൊക്കെ ഓല് കയറിയത്. നേരത്തെ പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനുള്ള ഡ്രസ്സൊന്നും എടുത്തില്ലായിരുന്നു. അതുകൊണ്ട് ബാക്കിയുള്ള റൈഡിലൊക്കെ കയറി ഐസ്ക്രീമും വാങ്ങാമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പോണ വഴിക്കൊക്കെ ഐസ്ക്രീമിൻ്റെ പീടിയും തരുന്ന് നടക്കുകയാണ്. പെരുന്നാളായതുകൊണ്ട് തന്നെ ഒരൊറ്റ പീടിയും തുറന്നില്ല. എവിടെന്നെങ്കിലും ഐസ്ക്രീം വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ ഇന്ന് പുരയെ കിടന്നിറങ്ങാൻ ഒരു സൗകര്യം ഉണ്ടാവില്ല. പോണ വഴിക്ക് ഞാൻ പഠിച്ച സ്കൂൾ കണ്ടു ഗൈസ്. ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ കണ്ടപ്പോഴേക്കും എന്തൊക്കെയോ ആയിട്ട് ഓർമ്മ വന്ന്. അവസാനം ഞങ്ങളൊരു പീടിയ കണ്ടെത്തി. ആടാണെങ്കിൽ ഐസ്ക്രീമും ഇല്ലായിരുന്നു. ഏതായാലും കയറിയ സ്ഥിതിക്ക് ഞങ്ങൾ 2 ലൈമും ഓർഡർ ചെയ്ത്. ഓൽക്കാണെങ്കിൽ സോഡ സർബത്ത് മതി എന്ന് പറഞ്ഞ് ഓലും ഓർഡർ ചെയ്ത്. തൊട്ടപ്പുറത്ത് മാഷ്മെല്ലോ കണ്ടുവച്ചേക്ക്. ഇത് കുടിച്ച് കഴിയുമ്പോഴേക്ക് ആടുള്ളത് തീർന്നു പോകുമെന്നുള്ള ബേജാറിലാണ് കൊച്ചിരിക്കുന്നത്. വേറെ 2 പുരയെ കൂടി കയറാൻ വിചാരിച്ചിന്. ഇപ്പം തന്നെ മോന്തി ആയതുകൊണ്ട് അപ്പോൾ ഒക്കെ ഞങ്ങൾ ക്യാൻസലാക്കി. മൈരിബാൻ കൊടുക്കുന്നതിന് മുമ്പ് പുരയെ കയറിയില്ലെങ്കിൽ ഇപ്പനോട് ചീത്തേക്കും. സർബത്ത് ഏതായാലും വന്നിക്ക്. പീടിയൽ തക്കായി ആണെങ്കിൽ വില കുഴക്ക് കണ്ടിട്ടാണോ എന്നറിയില്ല, വലിയ ക്ലാസ്സിൽ തന്നെ സർബത്ത് തന്നിക്ക്. ഇതിപ്പോൾ മൈരിബും കഴിഞ്ഞ് ഇഷാ ഉണ്ടാവും തോന്നുന്നു. എന്നാലും തീരും സംശയമാണ്. ഇത്രയും വെള്ളം കുടിച്ചിട്ട് മാഷ്മെല്ലോൻ്റെ പിടുത്ത പോലൊന്നും വിട്ടിയില്ല.
എന്നാൽ പിന്നെ അവൻ കൂടി ആയിക്കോട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ച് എല്ലാവർക്കും ഓരോന്നങ്ങ് വാങ്ങിക്കൊടുത്ത്. പാർസലാക്കി തന്ന സാധനം അതിന് പുരയിലെത്താനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ ആടെ തന്നെ ഓലെല്ലോടി അത് പള്ളയിലാക്കി. പിന്നെ അങ്ങോട്ട് ഭയങ്കര സ്നേഹപ്രകടനായും. കൊച്ചു മോത്തയുടെ ആക്കാത്തതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം വന്നില്ല. അങ്ങനെ ഞങ്ങൾ ഏതായാലും പുരയിൽ കയറി. എന്നാൽ ശരി.